ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കൊക്കെ അറിയാം, പശ്ചിമേഷ്യ ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓപ്പൺ വാറിലോട്ട് വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അമേരിക്ക വരെ ഇപ്പോൾ അതിൽ ഇടപെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇവർ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചതിനെ കുറിച്ചും, അതുപോലെ തന്നെ ഈ രണ്ട് നമ്മുടെ രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പലരും സേഫ് സോണിൽ നിന്നുകൊണ്ട് ഇറാന് പക്ഷം പിടിക്കുന്ന ചിലരുണ്ട്, അതേപോലെ തന്നെ ഇസ്രായേലിന് പക്ഷം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ യുദ്ധം അവിടെ കൊണ്ട് മിസൈലിട്ട് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ താഴായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ജൂൺ 13 ഇസ്രായേൽ ഇറാന് നേരെ അതിശക്തമായിട്ട് തന്നെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അതിശക്തമായിട്ട് തന്നെ ഇസ്രായേൽ ഇറാനെതിരെ അതിശക്തമായിട്ടുള്ളൊരു ആക്രമണം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറാന് ആണവായുധം ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലാണ് ഇവർ ഈ ഒരു അറ്റാക്ക് നടത്തുന്നത്. ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ ആർമി ഫോഴ്സിൻ്റെ ശക്തി, അതൊക്കെ കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യണം. ആണവ കേന്ദ്രം കംപ്ലീറ്റ് തകർക്കണം. അതായിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഇസ്രയേൽ ഈ ഒരു ആക്രമണം നടത്തിയത്. കാരണം ഇത് ഇസ്രയേൽ ഇറാൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊരു ഒന്നല്ല. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അത് മതപരമായാലും രാഷ്ട്രീയപരമായാലും വേറെ പല കാരണങ്ങളാലും ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്ര വരെ ഇസ്രായേലും ഇറാനും ഒരു നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽക്കെതിരെ അവരുടെ പ്രോക്സികളായിട്ടുള്ള ഹമാസ്, ഹൂതി, അതുപോലെ തന്നെ ഹിസ്ബുള്ള, അങ്ങനെ കുറേ പ്രോക്സികളായിട്ടായിരുന്നു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇസ്രായേൽ അവരെയൊക്കെ ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഇവരെയൊക്കെ ഏകദേശം ഒരു വിധത്തിൽ പരാജയപ്പെടുത്തിയെന്നൊക്കെ പറയാം. അത്രയും നല്ലൊരു അറ്റാക്ക്. ഒരേ സമയം തന്നെ അവിടെയും പ്രോക്സികൾക്കെതിരെയും ഇപ്പോൾ ഡയറക്റ്റ് ഇറാനെതിരെയുമാണ് അറ്റാക്ക് നടക്കുന്നത്, ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇത്ര വരെ ഇസ്രായേൽ പ്രോക്സികളുമായിട്ടാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഇപ്പോൾ വലിയൊരു രാജ്യമായിട്ടുള്ള, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ഇസ്രായേൽ കൂടുമ്പോഴാണ് ഒരു ഇറാനാവുക. അത്രയ്ക്കും വലുപ്പമുള്ള രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ പശ്ചിമേഷ്യയിൽ തന്നെ അതിശക്തമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ളൊരു വാറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല, നമുക്ക് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇത് പ്രശ്നങ്ങളായി മാറും. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, അമേരിക്ക അവരുടെ അത്യാധുനികമായിട്ടുള്ള ബോംബർ ഉപയോഗിച്ചിരിക്കുകയാണ് ഇറാനെതിരെ. അവരും പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇറാൻ്റെ പക്ഷം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ പറയുന്നത് അവർ യുറേനിയം ഒക്കെ യൂസ് ചെയ്യുന്നത് അവരുടെ സമാധാനപരമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, സമാധാനപരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആണവായുധം ഉണ്ടാക്കാൻ അവർ യൂസ് ചെയ്യുന്നില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇസ്രയേലിന് അതൊരു ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവർ ആണവായുധം ഏത് നിമിഷം ഉണ്ടാക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ അവരെ അറ്റാക്ക് ചെയ്യാതെ വേറൊരു മാർഗ്ഗമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ അവരെ കയറി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ജൂൺ 14 അതിന് പ്രത്യാഘാതമായിട്ട് ഇറാൻ അതിശക്തമായിട്ട് തന്നെ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പറഞ്ഞിട്ട് അവർ ശക്തമായിട്ട് തന്നെ ഇസ്രായേലിനെതിരെ ഡ്രോണുകളും അതേപോലെ തന്നെ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ്. അതേ രീതിയിൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിസൈൽ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മിസൈലൊക്കെ പരീക്ഷിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് അവർ ഈ ഒരു സാഹചര്യത്തെ അതേ രീതിയിൽ തന്നെ അവർ ഇതിന് ശക്തമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിന് പ്രത്യാഘാതമായിട്ട് ശക്തമായിട്ട് തന്നെ എതിർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവർ തിരിച്ചറ്റാക്ക് ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് അവർക്ക് ഇഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ ലോകത്തിൽ തന്നെ ഏറ്റവും, നമുക്കൊക്കെ അറിയാം, അയൺ ഡോം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത്. അത് അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇത്ര വരെ വിശ്വസിച്ചിരുന്ന അവരുടെ ഈ അയൺ ഡോം തകർത്തുകൊണ്ടൊന്നും ഒരു മിസൈലും തങ്ങളുടെ മണ്ണിൽ വീയത്തില്ലെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇറാൻ്റെ ആക്രമണം മൂലം
അവർ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ മിസൈൽ ആക്രമണം, പല രീതിയിലുള്ള ഫത്താഹ്, സിജിൻ, അങ്ങനെ പല രീതിയിലുള്ള അവരുടെ പക്കലുള്ള അത്യാധുനികമായിട്ടുള്ള മിസൈൽ സംവിധാനം അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് 100 വിടുമ്പോൾ ഒരു 4-5 അവരുടെ ഓരോ സ്ഥലത്തിലോട്ട് മെയിനായിട്ടുള്ള ജെറുസലേം പോലത്തെ മെയിൻ സ്ഥലത്തിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. ഇസ്രായേൽ ഇന്നേ വരെ കാണാത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരുടെ ഡിഫൻസ് സിസ്റ്റം വളരെ ആക്യുറേറ്റ് ആണ്. മാക്സിമം വരുന്ന മിസൈലിനൊക്കെ അവർ ആകാശത്ത് വച്ച് തന്നെ തകർക്കുകയുണ്ടായി. അതൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും അതിന് പോരായ്മകൾ ഉണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ ഇറാൻ വളരെ ശക്തമായിട്ട് തന്നെ അത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവരുടെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും തങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്നാൽ ഇതിന് ശക്തമായിട്ട് ഇസ്രയേലും തിരിച്ചടിക്കുകയുണ്ടായി. അവരുടെ അത്യാധുനികമായിട്ടുള്ള F-35 എന്ന് പറഞ്ഞിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഇസ്രയേലിൻ്റെ പക്കമുണ്ട്. അതേ രീതിയിൽ തന്നെ ഇസ്രയേൽ തിരിച്ച് ശക്തമായിട്ട് തന്നെ ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പേര്, അവരുടെ കമാൻഡേഴ്സ്മാർ, ഒരുപാട് ഉയർന്ന കമാൻഡർമാർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തുടർച്ച ദിവസങ്ങളിൽ അവരുടെ ഉയർന്ന കമാൻഡർമാർ ഇസ്രയേൽ വളരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേൽ ഇതിൽ നിന്ന് അവർ മെയിനായിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇറാൻ എന്ന രാജ്യം അവർ ആണവായുധം ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ല. അതിൻ്റെ സോഴ്സ്, അതായത് യുറേനിയം കംപ്ലീറ്റ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രയേൽ ഈ ഒരു ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ വളരെ ഖേദകരമായിട്ട് കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൽ 2 രാജ്യങ്ങളും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരാണ് ഇതിൽ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളും അതുപോലെ സ്ത്രീകളും ഒരുപാട് പേരാണ് ഇതിൽ മരണപ്പെടുന്നത്. പാവപ്പെട്ട സാധുക്കളാണ് മരണപ്പെടുന്നത്, നമുക്കൊക്കെ അറിയാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും പലരും, നമുക്കിനി നോക്കാം, പലരും ഈ വീഡിയോസിൻ്റെ ഒക്കെ താഴായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇസ്രായേൽ തോക്കത്തില്ല, ഇറാനെ അറ്റാക്ക് ചെയ്യണം, ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സേഫ് സോണിൽ, ഇന്ത്യ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് സേഫ് സോണിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിച്ച് പറയാം. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക്, മതത്തിനേക്കാളും അതിനപ്പുറത്തേക്ക് നമുക്കൊരു മനസാക്ഷി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ ഇസ്രായേലിലും ഇറാനിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും പല രീതിയിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടിലാണ്. ഇപ്പോൾ അവരൊക്കെ രാജ്യത്തോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. അവർ വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ തിരിച്ച് അത്ര ഭയത്തോടു കൂടിയാണ് അവരവിടെ ജീവിക്കുന്നത്. ഏത് നിമിഷവും അറ്റാക്ക് വരാവുന്ന, മിസൈൽ ആക്രമണം വരാമെന്ന ആ ഒരു ഇതിലാണ് അവർ അവിടെ ജീവിക്കുന്നത്. നമുക്കൊന്നും ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവത്തില്ല. അവർ അത്രക്കും കഷ്ടപ്പെട്ടിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളവരാണ്, അവരൊക്കെ തിരിച്ച് രാജ്യത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ കമൻ്റ് ഇടുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും മനസ്സാക്ഷിക്ക് എതിരായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. അതേപോലെ തന്നെ നമ്മുടെ ഈ 2 രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാർ എന്ന് പറയുന്നത് അവിടെ മാത്രം, പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ലോകത്തിലെ തന്നെ നമുക്കറിയാം, ഹോർസ്മുക്ക് കടലെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തിലൂടെയാണ് ലോകത്തിലെ 20% ഓയിൽ, എണ്ണ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇറാൻ ഈ ഒരു കടലെടുക്ക് അവർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം ഇഫക്റ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് നിങ്ങൾ പെട്രോളിനായാലും ഡീസലിനാണോ വളരെ പെട്ടെന്ന് തന്നെ വില കുതിച്ചുയറുകയും നമ്മുടെ കീശ കീറുന്നതിനകത്ത് യാതൊരു സംശയം അതിൽ നമുക്ക് വേണ്ട. അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം പെട്ടെന്ന് തന്നെ താഴെ ഇടിയാനും ഇത് വളരെയധികം ഇമ്പാക്റ്റായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അതും നമുക്ക് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, എല്ലാ ലോകത്തുള്ള സർവ്വ രാജ്യത്തിനും ഇത് ഇഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ റഷ്യ, ചൈന ഇത് ഇറാനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വരെ സംശയിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെയധികം ഇമ്പാക്റ്റാണ് ലോകത്തിനുണ്ടാക്കുക. ഇപ്പോൾ നമുക്കറിയാം, എങ്ങനെയൊക്കെ യുദ്ധം ചെയ്താലും ഇതിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ് കൂടുതലും മരണപ്പെടുക. ഇപ്പോൾ ഫലസ്തീന് നമുക്കറിയാം, ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും മരണപ്പെടുന്നത്, പട്ടിണി കിടന്നും അല്ലാതെയും. ഇസ്രായേലിൻ്റെ ക്രൂരമായ അറ്റാക്ക് കാരണം ഒരുപാട് പിഞ്ചു പൈതങ്ങളൊക്കെയാണ് മരണപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാം ആ ഒരു കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നമുക്ക് ഇസ്രായേലിൻ്റെ ആയിക്കോട്ടെ ഇറാൻ്റെ ആയിക്കോട്ടെ ചരിത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആരുടെ പക്ഷത്താണ് ന്യായം, ആരുടെ പക്ഷത്താണ് തെറ്റെന്നൊക്കെ നമുക്ക് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ രാജ്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ചില കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ പക്കത്ത് ന്യായം കാണാൻ പറ്റും. എന്നാൽ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇറാൻ, ഹമാസ്, ഫലസ്തീൻ അങ്ങനത്തെ അവരുടെ പക്ഷത്ത് ന്യായം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഏത് ന്യായമായാലും അന്യായമായാലും നമുക്ക് ഒരിക്കലും യുദ്ധത്തെ വാറിനെ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വാറൊക്കെ അവസാനിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക കൂടി ഇസ്രായേലിന് വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രോക്സി കൂടിയാണ്, പാശ്ചാത്യ രാജ്യമാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഏതൊരു രാജ്യത്തിൻ്റെയും ഇടയിൽ കയറിയിട്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ രണ്ട് രാജ്യത്തെ തമ്മിൽ ഇടിപ്പിച്ച് അവർക്ക് ആയുധങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആ രീതിയിൽ വരെ ചിന്തിക്കുന്ന, ആ രീതിയിൽ വളർന്നു വന്ന ഒരു രാജ്യമായിട്ടാണ് നമുക്ക് അമേരിക്കയുടെ ചരിത്രം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രാജ്യം കൂടി ഇന്ന് അമേരിക്ക കൂടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി റഷ്യ, ചൈന അവരുടെ നിലപാട് എങ്ങനെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്നിരുന്നാലും യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ. പാവപ്പെട്ട ആളുകൾ മരണപ്പെടാതെ അങ്ങനെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇത് നമുക്ക് സേഫ് സോണിൽ നിന്ന് നമുക്ക് എന്തും പറയാം. ഇപ്പോൾ ഇറാനും ഇസ്രായേലും നമ്മൾ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഹോർമുസ് കടലെടുക്ക ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആഗോള ഓയിലിൻ്റെ എമൗണ്ട് അതായത് ഇൻക്രീസ് ആവുക എന്നവർക്ക് യാതൊരു സംശയവും നമുക്കില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്രയൊക്കെയാണ് വീഡിയോ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.